ഓക്കെ, ഗുഡ് മോർണിംഗ്. ഞാൻ സേജ് മാത്തിലെ രണ്ട് ചെറിയ കൊച്ച് ബേസിക് പ്രോബ്ലമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സേജ് മാത്തിലെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത്. ഈ ഡെറിവേറ്റീവും ഇൻ്റഗ്രേറ്റും ഈ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. നാം ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വേരിയബിൾ ഡിഫൈൻ ചെയ്യുക. VAR എടുക്കുക. VAR ദെൻ സിമ്പിൾ ബ്രാക്കറ്റിൽ സിംഗിൾ കോട്ടിൽ വേരിയബിൾ ടി ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത ലൈനിൽ ഏത് ക്വസ്റ്റ്യനാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് DIF അടിക്കുക. ഓക്കെ, ദെൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേണ്ടുന്ന ഏതാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് അത് അതുപോലെ വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ കൊടുക്കുന്നത് 2t². 2 × t². അപ്പോൾ ഇൻറ്റുവിന് നമ്മളവിടെ എടുക്കുന്നത് സ്റ്റാർ ചെയ്യണം. പിന്നെ സ്ക്വയറിന് നമ്മൾ ക്യാപ്പ് ദെൻ 2 കൊടുക്കുക. 2t². ദെൻ പ്ലസ് പിന്നെ ഒരു ചെറിയ എക്സാമ്പിളോ 5 × അപ്പോൾ സ്റ്റാർ 5t. അപ്പോൾ ഞാൻ കൊടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2t² + 5t കൊടുത്ത്. ഓക്കെ, ദെൻ അതിൽ വിത്ത് റെസ്പെക്റ്റ് കാണിക്കാൻ കോമ ഇട്ടിട്ട് വേരിയബിൾ ടി ആണല്ലോ, ടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ഇവാലുവേറ്റ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ആൻസർ കിട്ടി 40 + 5 എന്ന് കിട്ടി. ആൻസർ കീ ഉണ്ടോ 40 + 5 എന്ന് കിട്ടി. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു 2t² + 5t ആണ് വിത്ത് റെസ്പെക്റ്റ് ടി കോമ ടി. കണ്ടോ, അപ്പോൾ എൻ്റെ ആൻസർ എന്ത് കിട്ടി 40 + 5 കിട്ടി. ഇനി ഇതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻസ് വേണേൽ മാറ്റി കൊടുക്കാം. അപ്പോൾ 2ന് പകരം നമ്മൾ വേറെ നമ്പർ കൊടുക്കുന്നു. 7 കൊടുത്തു അല്ലെങ്കിൽ 6 കൊടുത്തു. t² പകരം t⁻8 കൊടുത്തു. ദെൻ 5ന് പകരം നമ്മൾ 3 കൊടുത്തു. 3 × t⁻4. ഓക്കെ, അപ്പോൾ ക്യാപ്പ് ദെൻ 4 എഴുതി. ഓക്കെ, ദെൻ പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് 9. സെയിം ക്വസ്റ്റ്യൻ എന്താ ടോപ്പിക്ക് സെയിമാണ്, ഡെറിവേറ്റീവ് എടുക്കാനുള്ളതാണ്. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആ ഫംഗ്ഷൻ മാറ്റി. അങ്ങനെ ഏത് വേണമെങ്കിലും കൊടുക്കാം. ദെൻ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഓക്കെ, ഇതിന് ആൻസർ കിട്ടി, അതേപോലെ കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ സിമ്പിൾ അതിൻ്റെ കമാൻഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് എന്ന് അടിച്ചാൽ മതി. ഇൻ്റഗ്രേറ്റ് INTEGRATE ഇൻ്റഗ്രേറ്റ് എന്ന് കറക്റ്റ് അടിക്കുക വിത്ത് റെസ്പെക്റ്റ് ടി. വീണ്ടും ഇതുപോലെ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. അത് ആദ്യം അതിൻ്റെ സിമ്പിൾ കറക്റ്റ് വീണില്ല, ഇൻ്റഗ്രേറ്റ് എന്ന് വീണില്ല. ഇൻ്റഗ്രേറ്റ്. ഓക്കെ, ഇൻ്റഗ്രേറ്റ് കൊടുത്തു. ദെൻ ഇവാലുവേറ്റ്. ഓക്കെ, നമുക്ക് എൻ്റെ ആൻസർ കിട്ടി കണ്ടേ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനും ഡെറിവേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു വെക്റ്റർ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്. വെക്റ്റർ പ്ലോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ വെക്റ്റർ പ്ലോട്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു എക്സ് എടുക്കുന്നുണ്ട്. ക്യാപിറ്റൽ എക്സ് = വെക്റ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. വെക്റ്റർ എന്ന് ടൈപ്പ് ചെയ്തു. ദെൻ സിമ്പിൾ ബ്രാക്കറ്റിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റിൽ നമുക്ക് വേണ്ടുന്ന വെക്റ്റർ കൊടുക്കുക. അപ്പോൾ ഒരു വെക്റ്റർ ഞാൻ 2i + 3j. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുമ്പോൾ 2i + 3j കൊടുക്കുമ്പോൾ 2, 3 അല്ലെങ്കിൽ 5j. 2i + 5j. അപ്പോൾ 2, 3 എന്ന് സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്ത ലൈനിൽ
അതേ എക്സ് ഏതാണോ നമ്മൾ ക്യാപിറ്റൽ എക്സ് അല്ലേ, ഏതാണ് അടുത്ത് ആ എക്സ് ഡോട്ട് ദെൻ കൊടുക്കേണ്ടുന്നത് പ്ലോട്ട് PLOT പ്ലോട്ട് ചെയ്യാനാണ്, വരയ്ക്കാനാണ്. ദെൻ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കളറും കൂടി വേണമെങ്കിൽ തീരുമാനിക്കാം. ബ്രാക്കറ്റ് സിമ്പിൾ ബ്രാക്കറ്റിനകത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു, കളറിന് വേണ്ട കാര്യം ഏതാ കൊടുക്കേണ്ടത്, കളറ് COLOR കളറ് ഈക്വൽ ടു സിമ്പിൾ ഇട്ട് ദെൻ സിംഗിൾ കോട്ടിൽ നമ്മൾ നിറം കൊടുക്കുക, ഏത് നിറം വേണ്ടതെന്ന് കൊടുക്കുക. റെഡാണെങ്കിൽ റെഡ് കൊടുക്കുന്നു, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ കൊടുക്കും, റെഡ്. ഓക്കെ, ദെൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ആ ഗ്രാഫ് കിട്ടി, അത് നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇനി പോലെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേണ്ടുന്നത് ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും വേണം. നമുക്ക് വേണ്ടുന്ന ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് അവിടെ ചെയ്യുന്നത് എക്സ് അല്ലെങ്കിൽ യു ഈക്വൽ ടു വെക്റ്റർ. യു എന്ന് പറഞ്ഞാൽ വെക്റ്ററാണ്. വെക്റ്റർ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു, സിമ്പിൾ ബ്രാക്കറ്റിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമുക്ക് വേണ്ടുന്ന വെക്റ്റർ കൊടുക്കുക. ഞാനിപ്പോൾ കൊടുക്കുന്നത് 1i + 2j + 3k. അപ്പോൾ അത് എഴുതുമ്പോൾ 1, 2, 3 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ അടുത്ത ലൈനിൽ വേറൊരു വെക്റ്റർ, അതിൻ്റെ പേര് നമ്മൾ യു കൊടുത്തുകൊണ്ട് വി എന്നോ ഇഷ്ടമുള്ള പേര് കൊടുക്കാം, അത് തന്നെ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. വെക്റ്റർ എന്ന് എഴുതി യു വി ഈക്വൽ ടു, വീണ്ടും നമ്മൾ എന്ത് കൊടുത്തു, വെക്റ്റർ എന്ന് എഴുതി വീണ്ടും എന്ത് ചെയ്യുന്നു, സിമ്പിൾ ബ്രാക്കറ്റിനകത്ത് എന്ത് ചെയ്യുന്നു, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമുക്ക് വേണ്ടുന്ന വെക്റ്ററിനെ പോസ്റ്റ് ചെയ്യാം. ഇഷ്ടമുള്ള വെക്റ്റർ കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നത് 2i - j അല്ലെങ്കിൽ 2i + 1j, ദെൻ ഏതൊരു നമ്പർ 2k 3k ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം, 5k. അപ്പോൾ 2, ഉണ്ടോ കൊടുത്തുണ്ടല്ലേ, യു ഈക്വൽ വെക്റ്റർ സിമ്പിൾ ബ്രാക്കറ്റിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റ് 1, 2, 3, വീണ്ടും വി ഈക്വൽ വെക്റ്റർ സിമ്പിൾ ബ്രാക്കറ്റിൽ 2, അതേപോലെ കൊടുത്ത്. ഇനി നമുക്ക് വേണ്ടുന്നത് പ്രോഡക്റ്റ് അല്ലേ വേണ്ടുന്നത്, ഏത് പ്രോഡക്റ്റാണ് വേണ്ടുന്നത്, ആദ്യം ഡോട്ട് പ്രോഡക്റ്റ്, അത് പ്രിൻ്റും കൂടി ചെയ്യണം. അപ്പോൾ പ്രിൻ്റ് ടൈപ്പ് ചെയ്ത് ദെൻ സിമ്പിൾ ബ്രാക്കറ്റിനകത്ത് യു ഡോട്ട് പ്രോഡക്റ്റിന് അടിക്കേണ്ട സിമ്പിൾ വെച്ചാൽ ഡോട്ട് _ ദെൻ പ്രോഡക്റ്റ് ഉണ്ടല്ലേ, ഏത് വെക്റ്ററുമായിട്ടാ, വിയുമായിട്ട്. അപ്പോൾ വി ഇൻ സിമ്പിൾ ബ്രാക്കറ്റിനകത്ത് വി കൊടുക്കുന്നു, സിമ്പിൾ ബ്രാക്കറ്റിൽ വി കൊടുത്ത് കണ്ടോ, പ്രിൻ്റ് യു ഡോട്ട് _ വി എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഇതിൽ ക്രോസ് പ്രോഡക്റ്റ് ആണെങ്കിൽ ഇതേപോലെ യു ഡോട്ട് _പ്രോഡക്റ്റ് അടിച്ചാൽ മതി. ഓക്കെ, ദെൻ പ്രിൻ്റ് അടിച്ച് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുക. വേണ്ട, എൻ്റെ വാല്യൂ കിട്ടി. ഇവാലുവേറ്റ് ചെയ്യപ്പോൾ എൻ്റെ വാല്യൂ 19. അത് നമ്മൾ ഡയറക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ കാണുന്നത്, കറസ്പോണ്ടിങ് കമ്പോണൻസിൻ്റെ പ്രോഡക്റ്റ് ദെൻ സം ചെയ്യല്ലേ, അത് 19 ആണ്. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് ആണെങ്കിൽ ആകെ ചേഞ്ച് എന്താ, ഈ ഡോട്ടിന് പകരം എന്താക്കുക, ക്രോസ് എന്ന് മാറ്റിയ, ബാക്കിയെല്ലാം സെയിമാണ്. CROSS ക്രോസ് അടിച്ചു, ദെൻ ഇവാലുവേറ്റ് ചെയ്യുക. ഇതാണ്ടേ, 7 ആയി.
പ്ലസ് ജെ മൈനസ് 3k ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കോസ് തീറ്റ ആംഗിൾ ബിറ്റ്വീൻ ചോദിച്ചാൽ, ഇതേ ക്വസ്റ്റ്യനിൽ ആംഗിൾ ബിറ്റ്വീൻ ചോദിച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന രീതി, നമ്മൾ ആദ്യം യുവും ബിയും വെക്ടർ യുവും ബിയും ടൈപ്പ് ചെയ്യുക. യുവും ബിയും ടൈപ്പ് ചെയ്തു, അതേ എക്സാമ്പിൾ എടുത്തിരിക്കുക. ദെൻ നമ്മൾ തീറ്റ ടൈപ്പ് തീറ്റ ടൈപ്പ് ചെയ്തു ഈക്വൾ ടു, നമുക്കറിയാം കോസ് തീറ്റ ഈക്വൾ നമ്മുടെ ഫോർമുല എന്താ, എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി, അല്ലെങ്കിൽ യു ഡോട്ട് വി ബൈ മോഡ് യു മോഡ് ബി, അല്ലെങ്കിൽ നോം യു നോം വി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തീറ്റയുടെ വാല്യാകുമ്പോൾ കോസ് ഇൻവേഴ്സ് അല്ലേ വരിക. അതുകൊണ്ട് ഈ കോസ് ഇൻവേഴ്സിനെ എടുക്കുന്നത് നമ്മൾ ടൈപ്പ് ചെയ്ത രീതി, ഇൻവേഴ്സിനെ നമ്മൾ ആർക്ക് ആർക്ക് ദെൻ കോസ് അടിക്കുക. ഇതാണ് എന്തിൻ്റെ സിമ്പിളാണ്, കോസ് ഇൻവേഴ്സിന് ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ആകുമ്പോൾ ആർക്ക് ടാൻ എന്നടിക്കും. ഓക്കെ, ദെൻ ബ്രാക്കറ്റിനകത്ത് നമുക്ക് വേണ്ടുന്ന എന്തൊക്കെയാണ്, യു ഡോട്ട് വി അടിക്കുന്നത് എങ്ങനെയാണ്, നേരത്തെ പറഞ്ഞു യു ഡോട്ട് എന്ന് ടൈപ്പ് ചെയ്തു, ദെൻ അണ്ടർസ്കോർ ഇട്ട്, ദെൻ പ്രോഡക്റ്റ് എന്ന് എഴുതി, പ്രോഡക്റ്റ് എന്ന് ടൈപ്പ് ചെയ്തു, ഉണ്ടോ യു ഡോട്ട് എഴുതി. ഇനി ഏതാ വേണ്ട, വി. അപ്പോൾ വി ഇൻ സിമ്പിൾ ബ്രാക്കറ്റ് അടിച്ചു, വി അടിച്ചു, ശരിയല്ലേ. ഇനി എന്താ വേണ്ടേ, ബൈ ഏതാ വേണ്ടുന്നത്, ബൈക്കാണ്ട് ഈ സ്ലാഷ് സിമ്പിൾ അടിച്ചു. ഇനി നമുക്ക് വേണ്ട എന്താ, ഈ വേണ്ടുന്നത് മോഡ് യു അല്ലെങ്കിൽ നോം വിയെ വേണ്ടുന്നത്. അതിന് വേണ്ടി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, സിമ്പിൾ ബ്രാക്കറ്റിനകത്ത് നോം, അഗെയിൻ സിമ്പിൾ ബ്രാക്കറ്റിൽ യു, നോം യു, ദെൻ ഇൻറ്റു എന്ന് പറയുമ്പോൾ സ്റ്റാർ, വീണ്ടും അടുത്ത ബ്രാക്കറ്റിൽ നോം ബി, നോം ബി ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റിൽ വീണ്ടും എന്തടിക്കുന്നു, ബി ടൈപ്പ് ചെയ്തു. ഓക്കെ, ദെൻ നമുക്ക് ആൻസർ അത് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് എന്താ വേണ്ടേ, ബ്രാക്കറ്റിനകത്ത് ന്യൂമറിക്കൽ വാല്യൂ പ്രിൻ്റ് ചെയ്യേണ്ടത്, ന്യൂമറിക്കൽ അണ്ടർസ്കോർ അപ്രോക്സിമേറ്റിന്, ഡെസിമലാണെങ്കിൽ അപ്രോക്സിമേറ്റ് ചെയ്യണം. നമുക്ക് കറക്റ്റ് നമ്പറാണെങ്കിൽ വേണ്ട, എങ്കിലും എഴുതുമ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് ഏതിനെ അപ്രോക്സിമേറ്റ് ചെയ്യേണ്ടെന്ന്, തീറ്റയെ. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് വീണ്ടും എന്ത് എഴുതി, തീറ്റ ടൈപ്പ് ചെയ്ത്. ഓക്കെ, നോക്കാം നമുക്കത് എന്തെങ്കിലും വേറെ ഉണ്ടെങ്കിൽ കിട്ടത്തില്ലെങ്കിൽ നോക്കാം, എന്താവും നോക്കാം. വാല്യൂ കിട്ടുകയുണ്ട്, തീറ്റയുടെ വാല്യൂ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഇതേപോലെയുള്ള. ഇപ്പം നമ്മൾ ഡെറിവേറ്റീവ് പറഞ്ഞു, ഇൻ്റഗ്രൽ പറഞ്ഞു, ആംഗിൾ ബിറ്റ്വീൻ ടു വെക്റ്റേഴ്സ് പറഞ്ഞു. ഓക്കെ, നോം കാണുന്ന രീതി പഠിപ്പിച്ചു, പിന്നെ വെക്ടർ എങ്ങനെയാണ് വരയ്ക്കുന്നത് കാണിച്ചു, ഡോട്ട് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ്. നമുക്കിനി ഒരു ക്വസ്റ്റ്യനും കൂടി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് എൻ്റെ ഈ കാണുന്ന യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ്, ഒരു വെക്റ്ററിൻ്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്റ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമുക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ മാറ്റി കൊടുക്കാൻ പോകുന്നു.
എഴുതി. ഒരു വെക്ടർ യു തന്നെ എടുത്തു, ഇഷ്ടമുള്ള വെക്ടർ എടുക്കാം. ഇത് നമ്മളിനി ചെയ്യാൻ പോകുന്നത് പ്രിൻ്റ് ബ്രാക്കറ്റിനകത്ത് എന്ത് വേണം പ്രിൻ്റ് ചെയ്യേണ്ടുന്നത്? യു ഡോട്ട് നോർമലൈസ്ഡ് ഇസഡ് ആണ്, എസ് ദെൻ ബ്രാക്കറ്റ് നോർമലൈസ്ഡ്. ഓക്കെ. ചിലപ്പോൾ യു തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അല്ലാതെ കിട്ടും നോക്കാം. യു കൊടുക്കാതെ കിട്ടുമെന്ന് നോക്കാം. നമുക്ക് കിട്ടിയ ആൻസർ കിട്ടി. അപ്പോൾ കിട്ടുന്ന നമുക്ക് എന്താ? ഈ 1/14 ഇൻറ്റു √14 ഉണ്ടോ? അത് നമ്മൾ കമ്പോണൻറ്റ് ഫോമാണ് എഴുതിയിരിക്കുന്നത്. ഐയും ജെയും കെ എഴുതാതെ കമ്പോണൻറ്റ് ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. 1/14 √14, 1/7 ഇൻറ്റു √14, 3/14 ഇൻറ്റു √14. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ സ്റ്റേജ് മാത്തിലെ ചോദ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക.